ഹലോ ഫ്രണ്ട്സ്, ഈ സ്റ്റഡി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിളായിട്ട് അക്കൗണ്ടിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം, അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. അതുപോരാതെ കുറച്ച് അഡ്വാൻറ്റേജസും കുറച്ച് ലിമിറ്റേഷൻസും അക്കൗണ്ടിങ്ങിൻ്റെ നമുക്കിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമായി നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബിസിനസ് സ്ഥാപനത്തിലത്തെ ബിസിനസ് ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുക. ഇനി നമുക്ക് ശരിക്കും എന്താ മീനിങ് എന്ന് നോക്കാം അല്ലേ. Accounting is the systematic recorded presentation of financial activities of the business. Recording, classifying, summarizing, analyzing and interpreting the financial transaction and communicating the result to the interested parties. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടിങ് എന്താ? അക്കൗണ്ടിങ് ഈസ് ദ സിസ്റ്റമാറ്റിക് റെക്കോർഡഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ദി ബിസിനസ്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലത്തെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് മാത്രം സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ ക്ലിയർ ആയിട്ട് ശരിക്കും റെക്കോർഡ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുക അല്ലേ. ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്യുക മാത്രമല്ല അക്കൗണ്ടിങ്ങിലുള്ളത്. അതിലുപരിയായി അത് ക്ലാസിഫൈ ചെയ്യും, സമ്മറൈസിങ് ചെയ്യും, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട് ടു ദ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. അതിൻ്റെ അർത്ഥം എന്താ? ഇങ്ങനെ ലഭിക്കുന്ന ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിൽ നിന്ന് നമ്മളത് ആദ്യം റെക്കോർഡ് ചെയ്യുമല്ലേ. റെക്കോർഡ് ചെയ്ത് വെച്ചത് ക്ലാസിഫൈ ചെയ്യും. ഒരുപോലത്തെ വരുന്ന എൻട്രികളും ഒക്കെ നമ്മൾ ഒരേപോലത്തെ വരുന്നത് ഓരോ ഭാഗങ്ങളിലാക്കും. അതിനുശേഷം അത് സംഗ്രഹിക്കും, സമ്മറൈസ് ചെയ്യും. അതിനുശേഷം അത് അനലൈസ് ചെയ്തിട്ട് ആ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് ആ റിസൾട്ടിനെ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആരൊക്കെയാണ്? ഒരു ബിസിനസ്സിലത്തെ റിസൾട്ട് അറിയാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് അതിൻ്റെ ഓണേഴ്സിനായിരിക്കും അല്ലേ. അങ്ങനെ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റിസൾട്ട് എന്താണോ, അക്കൗണ്ടിങ് ചെയ്തിട്ട് എന്താണോ അതിൻ്റെ റിസൾട്ട്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അതെന്താണെങ്കിൽ അതുകൂടി നമുക്ക് അക്കൗണ്ടിങ് വഴി അതിൻ്റെ ഓണേഴ്സിനോ ഇൻട്രസ്റ്റഡ് പാർട്ടീസിനോ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് ഏകദേശം എന്താണെന്ന് മനസ്സിലായല്ലേ. ഇനി നമുക്കതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. ആദ്യത്തെ ഫീച്ചർ എന്താ? ഐഡൻറ്റിഫിക്കേഷൻ അല്ലേ. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു ബിസിനസ് സ്ഥാപനത്തിലത്തെ ആക്ടിവിറ്റീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ആക്ടിവിറ്റീസിന് മണി വാല്യൂ ഉള്ളതുണ്ടായിരിക്കും, മണി വാല്യൂ ഇല്ലാത്തതുണ്ടായിരിക്കും. നമ്മളുടെ അക്കൗണ്ടിങ്ങിൽ മണി വാല്യൂ ഉള്ള ആക്ടിവിറ്റീസ് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ബിസിനസ് സ്ഥാപനത്തിലത്തെ ആക്ടിവിറ്റീസൊക്കെ നോക്കി മണി വാല്യൂ, മോണിറ്ററി വാല്യൂ ഉള്ള ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷം ഒരേപോലെ വരുന്നത് ക്ലാസിഫൈ ചെയ്യണം. അതിനുശേഷം അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്ത് തുടങ്ങണം. രണ്ടാമത്തെ ഫീച്ചർ എന്താ? സമ്മറൈസിങ് ഓഫ് ട്രാൻസാക്ഷൻസ്. ഇപ്പോൾ നമ്മൾ ബിസിനസ് സ്ഥാപനത്തിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രാൻസാക്ഷൻസ് വളരെ അധികം ഉണ്ടായിരിക്കും അല്ലേ. അത് സമ്മറൈസ് ചെയ്യുക, സംഗ്രഹിക്കുക, ചെറുതാക്കുക. അതാണ് അക്കൗണ്ടിങ്ങിൽ വരുന്ന രണ്ടാമത്തെ ഫീച്ചർ. മൂന്നാമത്തെ ഫീച്ചർ എന്താ? അനലൈസിങ്, ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട് ടു ദ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. നമ്മൾ മീനിങ്ങിൽ പറഞ്ഞ പോലെ ഇങ്ങനെ എഴുതി തയ്യാറാക്കി വെച്ച ട്രാൻസാക്ഷൻസ് ആദ്യം റെക്കോർഡ് ചെയ്ത് അത് ക്ലാസിഫൈ ചെയ്ത് അതിനുശേഷം അത് സമ്മറൈസ് ചെയ്തത് നമ്മൾ വിശകലനം ചെയ്യുക, അനലൈസ് ചെയ്യും. അത് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഇൻട്രസ്റ്റഡ് പാർട്ടീസിൽ എത്തിക്കണതും കൂടിയിട്ടും അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഫീച്ചറാണ്.
അടുത്തതായിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് നോക്കാം. അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം ആ ബിസിനസ് സ്ഥാപനത്തിൽ അക്കൗണ്ടിങ് ചെയ്യുന്നതിൻ്റെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് എന്താണെന്നൊക്കെ നോക്കാം. ആദ്യത്തെ മെയിൻ്റനൻസ് ഓഫ് ബിസിനസ് റെക്കോർഡ്സ്. അപ്പോൾ നോക്കിയാൽ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റെക്കോർഡ്സ് വേണം അല്ലേ. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, അവിടുത്തെ ബുക്സ് ബിസിനസ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തു പോവാൻ അക്കൗണ്ടിങ് വഴി സാധ്യമാണ് അല്ലേ. രണ്ടാമത്തത് അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഈ അക്കൗണ്ടിങ് നടത്തുന്നത് വഴി, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ് പ്രോഫിറ്റാണോ ലോസിലാണോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല്ലേ. മൂന്നാമതായിട്ട് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. മൂന്നാമതായിട്ട് അക്കൗണ്ടിങ് നടത്തുന്നത് വഴി അതിൻ്റെ യൂസേഴ്സിനെ, ഈ ബിസിനസ് സ്ഥാപനത്തിലത്തെ യൂസേഴ്സിന്, അതായത് ഓണേഴ്സിനോ അങ്ങനെ ആർക്ക് വേണമെങ്കിലും എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് ഈ അക്കൗണ്ടിങ് നടത്തുന്നത് വഴി നമുക്ക് കിട്ടില്ലേ. അടുത്തത് ഷോയിങ് ഫിനാൻഷ്യൽ പൊസിഷൻ. അങ്ങനെ അക്കൗണ്ടിങ് നടത്തുന്നത് വഴി ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. പ്രോഫിറ്റബിൾ ആണോ ലോസ് ആണോ എന്നൊക്കെ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാലാമത്തെ ഒരു ഒബ്ജക്റ്റീവ്, ഈ അക്കൗണ്ടിങ് ചെയ്യുന്നതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താ? ഇറ്റ് ഷോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. അടുത്തതായിട്ട് ഇൻറ്റേർണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്താണെന്ന് നോക്കാം. ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് വെച്ചാൽ ആരാ? ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉള്ളിലുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ആവശ്യക്കാരൊക്കെയാണ്? ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് അല്ലേ, പിന്നെ അതിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, പിന്നെ ഏറ്റവും കൂടുതൽ ആ ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന ഓണേഴ്സ്. ഇവർക്കൊക്കെ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ്റെ ആവശ്യമുണ്ട്. ഈ ബിസിനസ് പ്രോഫിറ്റബിൾ ആണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ആവശ്യമുണ്ട്. അടുത്തതായിട്ട് നമുക്ക് എക്സ്റ്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആരൊക്കെയാണെന്ന് നോക്കാം. എക്സ്റ്റേണൽ അതായത് ബിസിനസ്സിൻ്റെ പുറത്തുള്ള ആൾക്കാർക്ക് ആർക്കൊക്കെയാണ് ഈ അക്കൗണ്ടിങ് വഴി ഇൻഫർമേഷൻ ലഭിക്കുക? ഗവൺമെൻറ് ഓർ ടാക്സ് അതോറിറ്റീസ്. സെക്കൻഡ് വൺ ക്രെഡിറ്റേഴ്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. തേർഡ് വൺ ജനറൽ പബ്ലിക്. അടുത്തതായി അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ എന്താ? മെറിറ്റ്സ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് ഗുണങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് റീപ്ലേസിങ് മെമ്മറി ആസ് എനാബിൾസ് ഫ്യൂച്ചർ റെഫറൻസ്. നമ്മളിങ്ങനെ ബിസിനസ് സ്ഥാപനത്തിലത്തെ ബിസിനസ് ആക്ടിവിറ്റീസൊക്കെ, ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസൊക്കെ റെക്കോർഡ് ചെയ്തു വയ്ക്കുന്നത് വഴി ഭാവിയിൽ നമുക്ക് മുൻപത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ റെക്കോർഡ്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാൻ പറ്റുക. രണ്ടാമതായിട്ട് അസസിങ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ബിസിനസ്. നമുക്ക് ബിസിനസ് എങ്ങനെയാണ് പെർഫോം ചെയ്തു പോകുന്നതെന്ന് അറിയാം. ഇപ്പോൾ അക്കൗണ്ടിങ് ഇല്ല, വെറുതെ ഇങ്ങനെ ഒരു ബിസിനസ് നടന്നു പോവുകയാണെങ്കിൽ ആ ബിസിനസ് പ്രോഫിറ്റബിൾ ആണോ ലോസ് ആണോ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഈ അക്കൗണ്ടിങ് വഴി നമുക്ക് ആ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. തേർഡ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസസിങ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ്. ആ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് കൂടി മനസ്സിലാക്കാൻ പറ്റും. നാലാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഹെൽപ്ഫുൾ ടു മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ആ ബിസിനസ് സ്ഥാപനത്തിലത്തെ മാനേജ്മെൻറ്റിന് പ്രധാനപ്പെട്ട പല ഡിസിഷൻ മേക്കിങ്ങിനും പല തീരുമാനങ്ങൾ എടുക്കാനും ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സഹായിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടാണ് പറയണത്. ഇനി ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് നമുക്ക് നോക്കാം. ഈ അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് കുറവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ കൺസിഡറേഷൻ ടു നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ്. അത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു വലിയ ഒരു ഡീമെറിറ്റ് തന്നെയാണ് അല്ലേ. നമ്മളുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പലവിധ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും, പക്ഷേ ഈ നമ്മുടെ അക്കൗണ്ടിങ്ങിൽ എന്ത് മാത്രമേ എടുക്കുകയുള്ളൂ? ഓൺലി മോണിറ്ററി വാല്യൂ ഉള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ എടുക്കുകയുള്ളൂ. മണി വാല്യൂ ഉള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മളെ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡീമെറിറ്റ് എന്ന് പറയേണ്ടത് നോ കൺസിഡറേഷൻ. ഒരു കൺസിഡറേഷനും നമ്മൾ നോൺ മോണിറ്ററി ആയിട്ടുള്ള ട്രാൻസാക്ഷന് കൊടുക്കുന്നില്ല. രണ്ടാമത്തെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ലെസ് കൺസിഡറേഷൻ ടു പ്രൈസ് ലെവൽ ചേഞ്ചസ്. ഒരു ലിമിറ്റേഷൻ, മാർക്കറ്റിൽ വരുന്ന പ്രൈസ് ലെവൽ ചേഞ്ചസിനൊക്കെ ഇത് വളരെയധികം കുറഞ്ഞ പ്രാധാന്യമേ ഈ അക്കൗണ്ടിങ് കൊടുക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്.
തേർഡ് ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ പേഴ്സണൽ ബയാസ് ഓഫ് അക്കൗണ്ടൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്. പേഴ്സണൽ ബയാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള പക്ഷാഘാതങ്ങൾ അല്ലേ. അപ്പോൾ ഈ മാനേജ്മെൻറ്റിനൊക്കെ വെച്ചിരിക്കും ഇത്ര അക്കൗണ്ടിങ്ങിൻ്റെ മെറിറ്റ്സ് നമ്മുടെ കമ്പനിക്ക് ലഭിക്കാൻ. അപ്പോൾ അതാണ് പേഴ്സണൽ ബയാസ് ഓഫ് അക്കൗണ്ടൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്. അത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് പറയുന്നത്. നാലാമതായിട്ട് വരുന്നത് ചാൻസസ് ഓഫ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ടൻ്റ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അക്കൗണ്ട്സ് ഒക്കെ ഇങ്ങനെ കറക്റ്റാക്കി പോണ സമയത്ത് അതിൽ മാനിപ്പുലേഷൻ, കള്ളത്തരവും കുറ്റകൃത്യങ്ങളൊക്കെ വരുത്താൻ സാധ്യത ഉണ്ട് എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ശരിക്കുള്ള റിസൾട്ട് ലഭിക്കില്ല അല്ലേ. എന്തെങ്കിലും മാനിപ്പുലേഷൻസ് അക്കൗണ്ട്സിൽ വരുത്തുക, കള്ളത്തരങ്ങളും മറ്റും വരുത്തുകയാണെങ്കിൽ ശരിക്കുള്ള ഒരു റിസൾട്ട് ലഭിക്കില്ല. അതാണ് ചാൻസ് ഉണ്ട് എന്നാണ് പറയണത്. എന്തിന്? അക്കൗണ്ടിങ്ങിൽ അക്കൗണ്ട്സിൽ മാനിപ്പുലേഷൻ വരുത്താനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയണത്. അതും അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് തന്നെയാണ് ഇവിടെ പറയണത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്സും ഒബ്ജക്റ്റീവ്സും ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഒക്കെ നോക്കിയില്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.